ഈ ഡിപ്രഷൻ എന്ന് ചിലർ പറയുന്നത് കേൾക്കാം. പക്ഷെ ഡിപ്രഷൻ അത്ര ചെറിയ സംഭവമല്ല കേട്ടോ. ഡിപ്രഷൻ നമ്മളെ കൊണ്ട് എന്തും ചെയ്യിക്കാം. ഇന്ന് കൊല്ലത്ത് ഭാര്യയെ ഭർത്താവ് തലക്കടിച്ചു കൊന്നു, ഗ്യാസ് കുറ്റി കൊണ്ട്. അതിന്റെ കാരണം ഡിപ്രഷനാണ്. കരിക്കോട് അപ്പോളോ നഗർ സ്വദേശി കവിതയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. പ്രതി മധുസൂദനൻ പിള്ള ഈ സ്ത്രീയുടെ ഭർത്താവാണ്. ഏകദേശം രാത്രി 11 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവത്തിന്റെ തുടക്കം. ഈ വീട്ടുകാർക്ക് ചില്ലറ കടബാധ്യതയുണ്ട്, 15 ലക്ഷം രൂപയുടേത്. ഇത് പറഞ്ഞുള്ള സംസാരം അത് തർക്കത്തിലായി എന്നും പിന്നീട് ഒഴിഞ്ഞ ഗ്യാസ് കുറ്റി കയ്യിലെടുത്ത് തലയ്ക്ക് ഒറ്റയടിയാണ് ഭാര്യയുടെ തലയ്ക്ക്. അപ്പോൾ തന്നെ നിലംപൊത്തി ആ പാവപ്പെട്ട കവിത. ഈ പറഞ്ഞ പ്രതി മധുസൂദനൻ പിള്ള ഡിപ്രഷനിലാണ് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. പോലീസും അങ്ങനെ തന്നെ അനുമാനിക്കുന്നു. മാത്രമല്ല മദ്യപാനവുമുണ്ട്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഫിറ്റായി വഴിയിൽ കിടക്കുക വരെ ചെയ്യും. അങ്ങനെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, 2 മക്കളാണ് കവിതയ്ക്കും മധുസൂദനൻ പിള്ളയ്ക്കും. മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, മകൾ നഴ്സിംഗിന്റെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ പെൺകുട്ടി മകൾ മുന്നിൽ നിൽക്കുകയാണ്, കൺമുന്നിൽ നിൽക്കുകയാണ്. സ്വന്തം അമ്മ ഗ്യാസ് കുറ്റിയുടെ അടിയേറ്റ് അച്ഛൻ്റെ കൈകൊണ്ട് മരണത്തെ ഏറ്റുവാങ്ങുന്നത് അവർ കണ്ടു. ഭയന്ന് വിറച്ചുപോയ പെൺകുട്ടി. അവർ പുറത്തേക്ക് ഓടി നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് എത്തുന്നത്. പോലീസ് എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ബാധ്യതയെ ചൊല്ലിയുള്ള തർക്കമാണ് ഉണ്ടായതെന്ന് മധുസൂദനൻ പിള്ള. മാനസിക പിരിമുറുക്കത്തിലാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. നാട്ടുകാരെ സംബന്ധിച്ച് മധുസൂദനൻ പിള്ള ഇത്തരമൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് അമ്പരപ്പാണ്. നീറ്റ് മനുഷ്യൻ, ഒരു പ്രശ്നവുമില്ലാത്ത, ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത മനുഷ്യൻ. ഇതുവരെയും അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നാട്ടുകാരുമായി നല്ല ബന്ധമാണ് ഇയാൾക്ക്. ഭാര്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നു എന്ന് നാട്ടുകാർ പറയും. അത്രമാത്രം ഇടയ്ക്കൊരു ചെറുതടിക്കും എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല നാട്ടുകാർക്ക്. കാര്യം ഞങ്ങൾ ഏറുമ്പളത്താണ് അറിയുന്നത്. അവിടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് അറിയുന്നത്. രാത്രി ഇവിടെയൊക്കെ പൊട്ടി കുറയ്ക്കുന്ന കേട്ടു. ഇവിടെ മറ്റു കുഴപ്പമോ അവരെ സംബന്ധിച്ച് രണ്ടുപേരെയും പറ്റി ഒരു കുഴപ്പമില്ല. എങ്ങോട്ടും ആ കൊച്ചിറങ്ങി പോകത്തില്ല. പോയ 2 പേരെ പോകും. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഞാൻ ആ പുള്ളിയെ കണ്ട് ചോദിക്കുക, അല്ലെങ്കിൽ മോള് കൊച്ചം കണ്ട് ഇറങ്ങി ഓടിപ്പോയി ആരാൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിയിലാണ് എന്നാ ഞങ്ങൾ അറിയുന്നത്. സാമ്പത്തികമായിട്ട് വരാൻ കാഷ്യൂ കമ്മീഷൻ ഏജന്റായി പ്രവർത്തിച്ചിരുന്നു ഈ പറയുന്ന മധുസൂദനൻ പിള്ള. എന്താണെങ്കിലും സ്വന്തം ഭാര്യയെ അത് ഏത് മാനസികാവസ്ഥയിലാണ് ഗ്യാസ് കുറ്റി കൊണ്ട് തലക്കൊടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പാവപ്പെട്ട പെൺകുട്ടിയാണ് എല്ലാത്തിനും മൂകസാക്ഷിയായി നിന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് കണ്ടെത്തട്ടെ. എന്താണെങ്കിലും ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദം, അതിസമ്മർദ്ദം ഇവയൊക്കെ ഏത് തലത്തിലുണ്ടാകുമോ അതൊന്നും നമുക്ക് എങ്ങനെയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നൊരു സൂചന നൽകുന്നു ഈ കൊലപാതകം.